ഭയങ്കര സ്ട്രോങ് ആയി കുറെ കൂടി ഒരു ആവേശം കാണുന്നുണ്ടോ മൊത്തത്തിൽ? തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പല്ലേ, അതുപോലെ ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ആവേശമാണ്. ജനങ്ങളൊക്കെ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായിട്ട് വളരെ ആത്മാർത്ഥതയോട്ട് ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ പൗരന്മാരും അങ്ങനെ അവരുടെ പൗരാവകാശം വിനിയോഗിച്ച് നമ്മുടെ രാജ്യത്ത് നല്ലൊരു ഭരണകൂടം നിലവിൽ വരണമെന്നുള്ളതാണ് എല്ലാവരുടെയും. ഇത്തവണ ഒരു കൂടുതൽ പ്രത്യേകത ഒരു കുറെ കൂടി ക്രൂഷ്യലാണ് ഈ ഇലക്ഷൻ സഭയൊക്കെ കാണുന്നുണ്ട്. എങ്ങനെ ആ രീതിയിൽ നേരത്തെ കുറെ സർക്കുലറൊക്കെ വന്നിരുന്നു, ഒരു വലിയ ഒരു പ്രാധാന്യം കൂടുതലുണ്ടോ അങ്ങനെ തോന്നുന്നു? അല്ല, ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ അവയർനെസ് വന്നിട്ടുണ്ട്. അവരുടെ സമ്മതിദാനം അവകാശം ഉപയോഗിക്കണം, ആ രീതിയിലുള്ളൊരു വലിയ അവയർനെസ് വന്നിട്ടുണ്ട് ജനങ്ങൾക്ക്. സഭയ്ക്കുള്ള ആശങ്ക പരിഹരിക്കുന്നവർക്ക് വോട്ട് ആ രീതിയിലാണോ, എങ്ങനെയാണ് കാണുന്നത്? അത് ഞങ്ങൾ എടുത്തൊരു സമദൂരത്തിൽ നിന്ന് ശരിദൂരത്തിലേക്ക് എന്നുള്ളൊരു എടുത്തൊരു നിലപാടാണ്. അതായത് സഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്കായിരിക്കും. അത് തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം നിൽക്കുന്നവർക്ക് ഞങ്ങൾ കൂടെ ഉണ്ടാവുന്നതാണ്. സഭയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാം. അതൊക്കെ യഥാർത്ഥത്തിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? അത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരം അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരമാണെന്നും പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഒപ്പം നിന്നവർക്കായിരിക്കും ഒരു പിന്തുണ. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ. പക്ഷേ സമ്മതിദാന അവകാശം ഉപയോഗിക്കുന്നത് ഓരോരുത്തരുടെയും മൗലികമായ അവകാശമാണ്. ആ അവകാശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും ആളുകൾ വോട്ട് ചെയ്യുക. ഈ സമദൂരത്തിൽ ശരിദൂരം എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ താല്പര്യം സംരക്ഷിക്കുന്നവർക്ക് അവർക്കുള്ളൊരു ശരി അങ്ങനെയായിരിക്കും. ജനങ്ങളുടെ വിഷയങ്ങളോട് ആരൊക്കെ അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു, പ്രത്യേകിച്ച് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹം മുഴുവനും വലിയ ആശങ്കയിലാണ്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, പെട്ടെന്ന് കടൽ കയറുകയും വീടുകൾ നഷ്ടപ്പെടുകയും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണമെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് താല്പര്യമുണ്ട്. ഓക്കെ.